ഹലോ ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓൾജിബ്ര എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഓൾജിബ്രയിൽ നമുക്ക് ഒരുപാട് ഐഡൻറ്റിറ്റീസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അതായത് കുറേ ഇക്വേഷൻസ്. ഓക്കെ, ഇക്വേഷൻസ് ആണ് നമുക്ക് മറ്റ് ടോപ്പിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഐഡൻറ്റിറ്റീസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതായത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അതെല്ലാം ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 ആൻഡ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഈക്വൽ ടു 312, ദെൻ ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ, ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? ഈ ക്വസ്റ്റ്യൻ അതായത് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇവിടെ പ്ലസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നോക്കിക്കേ, എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടുമായിട്ട് അല്ലെങ്കിൽ ഈ മൂന്ന് ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ഇക്വേഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്. മനസ്സിലായോ? അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. സോ രണ്ടെണ്ണത്തിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ആ വാല്യൂ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. 312 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 13 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു എന്ത് പറയാം? ഇതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. സോ നമുക്കൊരു സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുന്നത്? 312/13 എന്ന് കിട്ടും. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ ആൻസർ വരുന്നത്? 24 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ഇക്വേഷൻ ആണ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് 2 ഇൻറ്റു 777 മൈനസ് വൈ റേസ് ടു 4 ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് 1 37 മൈനസ് വൈ സ്ക്വയർ, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു വൈ മൈനസ് എക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഫസ്റ്റ് തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാം അല്ലേ? അപ്പം നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്താ തന്നേക്കുന്നത്? എക്സ് റേസ് ടു മൈനസ് 2 എന്നാ തന്നേക്കുന്നത്. അതായത് എക്സ് റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/x സ്ക്വയർ ആണ്. പറഞ്ഞ മനസ്സിലായോ? 1/x സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിനെ, റൈറ്റ് സൈഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? 777 മൈനസ് വൈ റേസ് ടു 4 ഡിവൈഡഡ് ബൈ എന്ത് എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അതായത് ഈ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് റേസ് ടു മൈനസ് 2നെ എന്ത് ചെയ്തു? 1/x സ്ക്വയർ എന്ന് എഴുതി. രണ്ടും ഈക്വൽ ആണ്. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 777 മൈനസ് വൈ റേസ് ടു 4 എന്ന് വരും. അപ്പോൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിക്കേ. എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു 777 മൈനസ് വൈ റേസ് ടു 4. ഇനി ഒരു ഇക്വേഷൻ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അല്ലെ, കുറച്ച് മുമ്പ് പറഞ്ഞ സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. സോ എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇതെന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 777 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തു നോക്കാം അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു -1 എന്ന് പറയുമ്പം ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1/x⁻1 അല്ലെങ്കിൽ 1/x എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, 37 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടും. നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 37 മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്തേ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഈ വൈ സ്ക്വയറിനെ കൂടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, സോറി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. എന്ത് വരും, പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 37 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു വൈ മൈനസ് എക്സ്. ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ എന്ന് കിട്ടി. അതായത് ഒന്ന് കറക്റ്റ് ഓർഡറിൽ എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് അല്ല, നോക്കിക്കേ ഓർഡർ ആക്കുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ. അപ്പൊ ഈ ഇക്വേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും അല്ലെ. അതായത് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് നമുക്ക് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്, എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 റേസ് ടു 4 ആയിരുന്നേ, സോറി ഇവിടെ 4 ആണേ. വൈ റേസ് ടു 4 എടുത്ത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. ഓക്കെ, വൈ റേസ് ടു 4 ഈക്വൽ ടു നമുക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ ഇനി വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ. 777 ഈസ് ഈക്വൽ ടു 37 ഇൻറ്റു നമുക്ക് എന്ത് പറയാം, എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. ഇതല്ലായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കൊരു സൈഡിലേക്ക് കൊണ്ടുവരാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 777 ഡിവൈഡഡ് ബൈ 37. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്, ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 21 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ. ഓക്കെ അല്ലേ. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ക്വസ്റ്റ്യൻ, ഇഫ് എ പ്ലസ് ബി പ്ലസ് റൂട്ട് എ ബി ഈസ് ഈക്വൽ ടു 4 ദെൻ എ പ്ലസ് ബി മൈനസ് റൂട്ട് എ ബി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ 3 ഇക്വേഷൻസ്, അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാം. നോക്കിക്കേ, ശരിക്കും ആ ഒരു ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, എ പ്ലസ് റൂട്ട് എ ബി പ്ലസ് ബി ഇൻറ്റു എന്ത് വരും, എ മൈനസ് റൂട്ട് എ ബി പ്ലസ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എ പ്ലസ് ബി പ്ലസ് റൂട്ട് എ ബി എന്ന് പറയുന്നത് എന്താണ്, 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ, 4 എന്ന് തന്നിട്ടുണ്ട്.
സോ എ പ്ലസ് ബി മൈനസ് റൂട്ട് എ ബി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ഇത് 4 ആണെന്ന് തന്നിട്ടുള്ളത്. എവിടെയാണ് നോക്കിക്കേ, ഇവിടെയാണ് നമുക്ക് 4 എന്ന് തന്നിട്ടുള്ളത് അല്ലെ. ഇൻഡു, അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് ഈക്വൽ ആയി കിട്ടണം. ഓക്കെ, അപ്പൊ 4 ഇൻഡു നമുക്ക് ഈ ഒരു സൈഡിനെ നമുക്ക് 1 ആയി കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്തായിരിക്കും 4 എന്ന് തന്നെയാണ് കിട്ടുന്നത്, അതായത് 4 × 1. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ അല്ലെ. അപ്പൊ എ പ്ലസ് ബി മൈനസ് റൂട്ട് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ആണ്, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്ത് വരും 4 എന്ന് വരും. സോ 1/4 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 0.25 ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അതായത് രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നോക്കാം, ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഈസ് ഇക്വൽ ടു 3441. എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു 37. ഓക്കെ, നമുക്ക് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാ? എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഈസ് ഇക്വൽ ടു എന്ത് പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും തന്നിട്ടുണ്ട്, പക്ഷെ ചോദിച്ചിരിക്കുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 എന്ന് പറയുന്നത് 3441 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതോ നമുക്ക് 37 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു എന്ത് പറയാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 3441 ഡിവൈഡഡ് ബൈ 37. സോ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 93 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണ്? 93 ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ രണ്ട് ഇക്വേഷനിൽ നിന്നും ഓക്കെ, അതായത് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയറും എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയറും നമുക്ക് കിട്ടി. രണ്ട് ഇക്വേഷനും കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയറിൽ നിന്നും എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അങ്ങ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത് എത്രയാ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 93 എന്ന് കിട്ടി അല്ലേ. 93യിൽ നിന്നും 37 അങ്ങ് സബ്ട്രാക്ട് ചെയ്തു. സോ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ ഈസിക്വൽ ടു 93 മൈനസ് 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 56 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു, പ്ലസ് വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും കൂടി ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ത് വരും? 2xy എന്ന് കിട്ടും. സോ 2xy ഈസ് ഈക്വൽ ടു 56. സോ എക്സ് വൈ ഈസ് ഈക്വൽ ടു 56 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 28 എന്ന് വരും. ഓക്കെ അല്ലേ? എക്സ് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി, 28 എന്ന് കിട്ടി. ഇനി ഈ എക്സും വൈയും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം. ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയറിൽ കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയറിൽ കൊടുക്കാം. സോ നമ്മൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എടുത്തു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 37 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ മൈനസ് ഈ എക്സ് വൈയുടെ വാല്യൂ 28 നമുക്ക് ഇട്ട് കൊടുക്കാം.
പ്ലസ് എന്ത് വരും വൈ സ്ക്വയർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 37. അപ്പൊ ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 37 പ്ലസ് 28 എന്ന് വരും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 65 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 65 എന്ന് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം അല്ലേ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എന്താണ്? 2xy ആണ് അല്ലേ? പഠിച്ചിട്ടില്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിലേക്ക് നമുക്ക് എക്സ് വൈയും ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും ഉണ്ട് അല്ലേ? നമുക്ക് അത് വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 65 പ്ലസ് 2 ഇൻറ്റു 28. ഓക്കെ, അല്ലെങ്കിൽ 2xy 56 എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 65 പ്ലസ് 56. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 121 എന്ന് കിട്ടും അല്ലേ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 121. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് റൂട്ട് 121 ഈസ് ഇക്വൽ ടു 11 എന്ന് കിട്ടും. അപ്പൊ എക്സ് പ്ലസ് വൈയും കിട്ടി, എക്സ് വൈയും കിട്ടി. അപ്പൊ ദ വാല്യൂ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 11 പ്ലസ് വൈ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 28. സോ ദ ആൻസർ ഈസ് 39. പറഞ്ഞ മനസ്സിലായോ? സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഇഫ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഈക്വൽ ടു 133 ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കറിയാം, നോക്കിക്കേ, എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 എന്ന് പറയുന്നത് 133 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? നമുക്കിത് പിന്നീട് എഴുതാം. ഇക്വേഷൻ ആദ്യം നമുക്ക് എഴുതാം അല്ലേ? അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. സോ വാല്യൂ ഇട്ട് കൊടുത്തേ. എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 എന്ന് പറയുന്നത് 133 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 7 ആണ്. 7 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാലോ അല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 133 ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 19 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 19 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസും കിട്ടി. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് പ്ലസ് അല്ല, എന്താണ്? മൈനസ് അല്ലേ? മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 7 പ്ലസ് 19 അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്തു. സോ മൈനസ് എക്സ് വൈ ആൻഡ് പ്ലസ് എക്സ് വൈ തമ്മിൽ ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് എന്താ? 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 7 പ്ലസ് 19 എന്ന് പറഞ്ഞാൽ 26 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 26 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 13 എന്ന് വരും. സോ 13 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ നോക്കിക്കേ, if a raised to 4 plus a square b square plus b raised to 4 equal to 39 divided by 5 12 and a square plus ab plus b square equal to 13 by 32, then the value of ab ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
സെയിം നമ്മളെല്ലാം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഇക്വേഷൻ അല്ലെ, ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ വെച്ച് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ നോക്കിക്കേ, a⁴ പ്ലസ് a²b² പ്ലസ് b⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, a² പ്ലസ് ab പ്ലസ് b² ഇൻറ്റു എന്ത് വരും, a² മൈനസ് ab പ്ലസ് b² ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. എന്താണ്, 39/5 ഈക്വൽ ടു എന്ത് വരും, 13/32 ഇൻറ്റു a² മൈനസ് ab പ്ലസ് b² എന്ന് വരും അല്ലേ. അപ്പൊ a² മൈനസ് ab പ്ലസ് b²നെ നമുക്കൊരു സൈഡിൽ കൊണ്ടുവരാം അല്ലേ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. a² മൈനസ് ab പ്ലസ് b² ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, 39/5 പിന്നെ എന്താ ചെയ്യണ്ടേ, താഴേക്ക് ഡിനോമിനേറ്ററിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തിരിച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും, നമുക്ക് 32 എന്താ വരുന്നേ, 13 എന്ന് വരും. ഓക്കെ, 13ഉം 39ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ആൻഡ് ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്താണ്, ഈ 32 അതായത് എന്താണ്, 8ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 16 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 3/16 എന്ന് കിട്ടും. a² മൈനസ് ab പ്ലസ് b² ഈസ് ഇക്വൽ ടു 3/16 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അതായത് നോക്കിക്കേ, ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും വരുന്നത്, ഏത് രണ്ട് ഈക്വേഷൻസ്, അതായത് a² പ്ലസ് ab പ്ലസ് b², a² പ്ലസ് ab പ്ലസ് b², പിന്നെന്താ ചെയ്യണ്ടേ, മൈനസ് എന്ത് വരും, a² മൈനസ് ab പ്ലസ് b². ഓക്കെ, ഈക്വൽ ടു എന്താണ്, ഇതിന്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 13/32 മൈനസ് എന്ത് വരും, 3/16. ഒന്നുകിൽ ഡിനോമിനേറ്റർ സെയിം ആക്കിയാലും മതി. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആക്കാം. സോ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ a² പ്ലസ് ab പ്ലസ് b² മൈനസ് a² പ്ലസ് ab മൈനസ് b² ഈക്വൽ ടു, ഇതാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻസ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും 32 തന്നെ കിട്ടും അല്ലേ. സോ 13 മൈനസ് 6 എന്ത് വരും, 7/32 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, 7/32. ഇവിടെ എന്താ കിട്ടുന്നത്, ലെഫ്റ്റ് സൈഡ് നമുക്കൊന്ന് സോൾവ് ചെയ്യണമല്ലോ. മൈനസ് a² പ്ലസ് a² ക്യാൻസൽ, മൈനസ് b² പ്ലസ് b² ക്യാൻസൽ. സോ 2ab ഈസ് ഈക്വൽ ടു 7/32. സോ എ ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും, എ ബി ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു 32 അല്ലേ. അതായത് എ ബി ഈസ് ഈക്വൽ ടു 7/64 എന്ന് കിട്ടും. സോ ദ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. If 16a² plus 36x² plus 81y⁴ equal to 806 and 4x² minus 6xy plus 9y² is equal to 26, then find the value of 3xy ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതായത് നമ്മളിപ്പോൾ ചെയ്ത സെയിം ടൈപ്പ് ആണ്, പക്ഷെ ഇതിന് മുമ്പിൽ എന്താണ്, നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ എന്താണ് a⁴ പ്ലസ് അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒരു a അല്ല, ഇവിടെ x ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ, അതായത് എക്സിന്റെ ടേംസ് എല്ലായിടത്തും വരുന്നത് കേട്ടോ, എ അല്ല, മിസ്റ്റേക്ക് ആണ് ക്വസ്റ്റ്യനിലെ. സോ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. 16x⁴ പ്ലസ് 36x² പ്ലസ് 81y⁴ equal to 806 and 4x² minus 6xy plus 9y² is equal to 26. Then find the value of 3xy ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ നോക്കാം, ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പം 16x⁴ പ്ലസ് 36x² പ്ലസ് 81y⁴. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, 4ന്റെ സ്ക്വയർ ആണ് 16 അല്ലേ, അതേപോലെ 9ന്റെ സ്ക്വയർ ആണ് 81. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്ത് വരും,
4x² മൈനസ് 6xy പ്ലസ് 9y² ഇൻറ്റു എന്ത് കിട്ടും? 4x² പ്ലസ് 6xy പ്ലസ് 9y² എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. സോ ഇതിന്റെ വാല്യൂ നമുക്ക് 806 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് 26 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു 4x² പ്ലസ് 6xy പ്ലസ് എന്ത് വരും? 9y². സോൾവ് ചെയ്യാമല്ലോ. സോൾവ് ചെയ്യുമ്പം 4x² പ്ലസ് 6xy പ്ലസ് 9y² എന്ന് പറയുന്നത് 806 ഡിവൈഡഡ് ബൈ 26 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സോൾവ് ചെയ്യുമ്പോൾ 31 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം അല്ലേ? അപ്പൊ എന്താ കിട്ടുന്നത്? 4x² പ്ലസ് 6xy പ്ലസ് 9y² മൈനസ് എന്ത് വരും? 4x² മൈനസ് 6xy പ്ലസ് 9y² ഈക്വൽ ടു എന്ത് വരും? 31 മൈനസ് 26 എന്ന് വരും. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 31 മൈനസ് 26. ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കുമ്പോൾ, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. 4x² പ്ലസ് 6xy പ്ലസ് 9y² മൈനസ് 4x² പ്ലസ് 6xy മൈനസ് 9y² ഈക്വൽ ടു 5 എന്ന് വരും. സോൾവ് ചെയ്യുമ്പം ഈ മൈനസ് 9y² പ്ലസ് 9y² കൂടി ക്യാൻസൽ ആയിപ്പോയി. അതേപോലെ തന്നെ -4 പ്ലസ് 4 ക്യാൻസൽ ആയിപ്പോയി. സോ ആൻസർ എന്ന് പറയുന്നത് 12xy ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 എന്ന് കിട്ടും അല്ലേ? അപ്പൊ xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/12 ആണ്. ഓക്കെ, xy 5/12 ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3xy ആണ്. സോ 3xy എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5/12 ആണ് അല്ലേ? 3 ഇൻറ്റു 5/12 അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 5/4 എന്ന് വരും. 5/4 എന്ന് പറഞ്ഞാൽ 1.25 എന്ന് വരും. ഓക്കെ, ഏതാ? ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. സോ എന്താ ഇവിടെ തന്നിരിക്കുന്നേ? ഇഫ് x² plus xy plus y² is equal to 13 and x² minus xy plus y² equal to 37, then the value of x raised to 6 minus y raised to 6 divided by x² minus y² ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തന്ന് ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് എക്സ് റേസ് ടു 4 പ്ലസ് x² y² പ്ലസ് y റേസ് ടു 4ന്റെ ഇക്വേഷൻ ആണെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് അതല്ല അല്ലേ? എക്സ് റേസ് ടു 6 മൈനസ് y റേസ് ടു 6 ഡിവൈഡഡ് ബൈ x² മൈനസ് y² ആണ്. സോ നമുക്കത് ആദ്യം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ? എക്സ് റേസ് ടു 6 മൈനസ് y റേസ് ടു 6 ഡിവൈഡഡ് ബൈ x² മൈനസ് y² ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന പോലെ തന്നെ, അതായത് ആ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ന്യൂമറേറ്ററിന്റെ പവറിനെ നമുക്ക് സ്ക്വയറിന്റെ ടേംസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ്? x² ദ ഹോൾ ക്യൂബ് മൈനസ് y² ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ x² മൈനസ് y² എന്ന് വരും അല്ലേ? ഇനി ഇത് നോക്കിക്കേ, x² ദ ഹോൾ ക്യൂബ് മൈനസ് y² ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ടേംസിലാണ് കിടക്കുന്നത്? അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, കേട്ടിട്ടില്ലേ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എന്താ വരുന്നത്? എ മൈനസ് ബി ഇൻറ്റു a² പ്ലസ് എ ബി പ്ലസ് b². ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. സോ ന്യൂമറേറ്റർ എന്ത് വരും? നോക്കിക്കേ, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് x² മൈനസ് y² ഇൻറ്റു എന്താ വരുന്നത്? x² മൈനസ് y² ഇൻറ്റു x² ദ ഹോൾ സ്ക്വയർ പ്ലസ് x² y² പ്ലസ് y² ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഡിവൈഡഡ് ബൈ x² മൈനസ് y² എന്ന് വരും. അപ്പൊ നോക്കിക്കേ, ഈ x² മൈനസ് y² എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടി നമുക്ക് ക്യാൻസൽ ആക്കാം. അപ്പം നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 പ്ലസ് x² y² പ്ലസ് y റേസ് ടു 4 എന്ന് കിട്ടും. സോ നമുക്കിനി ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സ് റേസ് ടു 4 പ്ലസ് x² y² പ്ലസ് y റേസ് ടു 4 അതെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. x² പ്ലസ് xy പ്ലസ് y² ഇൻറ്റു എന്ത് വരും? x² മൈനസ് xy പ്ലസ് y² ആണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, ആൻസർ എന്താ കിട്ടുന്നത്?
13 into 37 എന്ന് വരും. ഓക്കെ, 13 into 37 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 481 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 481 എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് നോക്കാം അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ. ഇഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 17 and x raised to 4 plus x square plus 4 y raised to 4 is equal to 425. Then the value of x by y plus y by x ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ നമുക്ക് എന്താണ്? എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എന്താ വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലേ? തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കാം. സോ എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഇസ് ഈക്വൽ ടു 425 എന്ന് വരും. ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 17 എന്നും തന്നിട്ടുണ്ട്. ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? കണ്ടുപിടിക്കാം. സോ നമ്മൾ അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 425/17 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 25 എന്ന് കിട്ടി അല്ലേ? അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് ചെയ്തേ. ക്രോസ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് വരും അല്ലേ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് ഇക്വേഷൻസും ഉണ്ട്. രണ്ട് ഇക്വേഷനിലും നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ടും തമ്മിലൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 17 മൈനസ് 25. ഓക്കെ അല്ലേ? നമുക്ക് അകത്തോട്ട് ഈ മൈനസ് ഒന്ന് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എന്ത് കിട്ടും? 8 എന്ന് വരും. ഓക്കെ, സോൾവ് ചെയ്യുമ്പം എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസലായി, വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും ക്യാൻസലായി. സോ മൈനസ് 2xy ഈസ് ഈക്വൽ ടു മൈനസ് 8. മൈനസ് അങ്ങ് ക്യാൻസൽ ചെയ്തു. സോ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8/2 എന്ന് കിട്ടും. അതായത് 4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എടുക്കാം. സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എടുക്കാം അല്ലേ? അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് വൈ ഓൾറെഡി കിട്ടി. എന്താ ഇത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 25 ആണ് അല്ലേ? എക്സ് വൈയുടെ വാല്യൂ കൊടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 25 മൈനസ് 4 21 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ ഈ 21 എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ് വൈ എന്ന് പറയുന്നത് 4 ആണ്. സോ 21/4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5.25 എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ആയിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു.